ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഏത് സമയത്തും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന, പ്രത്യേകിച്ചും ഇപ്പം മഴയൊക്കെ അല്ലേ, ആ ഒരു സമയത്ത് ഈ വാഴയ്ക്ക ബജി ഒരു ചായയൊക്കെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയല്ലേ. ഇതിൻ്റെ കൂടെ ഒന്നും വേണം എന്നില്ല മുക്കി കഴിക്കാനായിട്ട്, പക്ഷേ വേണം എന്നുള്ളവർക്ക് നല്ലൊരു ചട്നിയുടെ റെസിപ്പി ഞാൻ ഇതിന് തൊട്ട് മുമ്പിട്ടിരുന്നു. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തേക്കാമേ, കണ്ടിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കാണണം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരൊറ്റ പച്ചക്കായാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ ചെറിയ പഴത്തിൻ്റെ അല്ല, ഏത്തക്കായില്ലേ, നേന്ത്രക്കായുടെ പച്ചയായിട്ടുള്ള കായ എടുത്തിരിക്കുന്നത്. എന്നിട്ടത് വളരെ ഘനം കുറച്ച്, എത്രയും ഘനം കുറച്ച് അരിയാമോ അത്രയും ഘനം കുറച്ച് അരിയണേ. നമ്മുടെ സ്ലൈസർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പം കേട്ടോ, എല്ലാം ഒരേ രീതിയിൽ കിട്ടും. സ്ലൈസർ ഉണ്ടെങ്കിൽ അതിലരിയുന്നതാണ് ഏറ്റവും എളുപ്പമേ. പിന്നെ ഇത് മുക്കി വറക്കാനായിട്ടുള്ള ബാറ്റർ വേണമല്ലോ, അതിനായിട്ട് ഞാൻ 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ ഉപ്പും 2 നുള്ള് സോഡാപ്പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയുമാണ്. വെള്ളം കുറേശ്ശെ ഒഴിച്ച് വേണം നമ്മൾ കലക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കലക്കി യോജിപ്പിച്ചിട്ട് ഇനി ഇതിനകത്ത് ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട്, അരിപ്പൊടി ഒരു 1/4 കപ്പാണ് വേണ്ടത് കേട്ടോ. വെള്ളം നിങ്ങൾ ആദ്യം ഒരു 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് കുറേശ്ശെ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഒരു 2 ടേബിൾ സ്പൂൺ വെച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എനിക്ക് 3/4 കപ്പ് വെള്ളമാണ് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ടായത്. പിന്നെ ഓരോ ബ്രാൻഡ് പൊടിയുടെ അനുസരിച്ച് ചിലപ്പം കൂടുതൽ വേണമായിരിക്കും, ചിലപ്പം കുറച്ച് മതിയായിരിക്കും. 3/4 കപ്പ് അല്ലെങ്കിൽ മാക്സിമം 1 കപ്പേ വെള്ളമാവത്തുള്ളൂ. നല്ല കട്ടിയായിട്ട് മാവിരുന്നാലേ നമ്മുടെ ആ വാഴയ്ക്കയിൽ നന്നായിട്ട് പിടിച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പൊള്ളി കുടുന്നു വരത്തുള്ളൂ. പിന്നെ ഓരോ പീസസ് ആയിട്ടെടുത്ത് നമ്മുടെ ആ ഒരു മാവിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുത്തിട്ട് ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട്, ഇത് ശരിക്കും വെളിച്ചെണ്ണ തന്നെയാണ് ഇതിന് നല്ലത് കേട്ടോ. പിന്നെ അതിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തീ ഒരിച്ചിരി കുറച്ച് വെക്കണേ, മീഡിയം ഫ്ലെയിമിലോട്ടാക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതങ്ങ് കരിഞ്ഞു പോകും കേട്ടോ. ഇത് പെട്ടെന്നാവും. നമ്മൾ നല്ല കനം കുറച്ച് മുറിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് നേരമൊന്നും ആ ഏത്തയ്ക്ക വേവാനായിട്ട് എടുക്കത്തില്ല. പക്ഷേ എന്നാലും മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാനായിട്ട്. 2 സൈഡും ഏതാണ്ട് ഒരു ബ്രൗൺ കളർ, ഒരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആയി കഴിയുമ്പോഴേക്കും നമുക്കതങ്ങ് കോരാവുന്നതേ ഉള്ളൂ. അതുപോലെ ഈ എക്സ്ട്രാ ആയിട്ട് കിടക്കുന്ന ആ ഓടി നടക്കുന്ന ആ മാവിൻ്റെ പീസസ് ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് എടുത്ത് മാറ്റണേ. അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഇടുമ്പോഴേക്കും ഇതെല്ലാം വല്ലാതെ കരിഞ്ഞിട്ട് അതിലോട്ട് കയറി പിടിക്കും. അപ്പോൾ എല്ലാ വാഴയ്ക്ക ബജിയും അങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളെ ഒരെണ്ണം ഒന്ന് മുറിച്ച് കാണിക്കാമേ. ഇതേ കണ്ടല്ലോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ചട്നിയുടെ കൂടെ കുറേ കൂടെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാതിരിക്കല്ലേ, സൂപ്പർ ടേസ്റ്റാണ്. ഈ ചട്നിയും കൂടെ ആകുമ്പോൾ അതിന് ഇരട്ടി സ്വാദാണ്. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്